മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് മാവേലിക്കരയിൽ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ഗുരുദർശന മീമാംസ എന്ന് പറഞ്ഞ് അതിഗംഭീരമായ ഒരു പരിപാടിക്ക് ക്ലാസ് എടുക്കാൻ പോവുകയുണ്ടായി. ഞാൻ ഭാരതീയ പൈതൃകത്തിൻ്റെ 20 പോയിന്റുകളിൽ 15 പോയിന്റുകൾ പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്തിട്ട് വിവരിക്കുകയുണ്ടായി. എല്ലാവരും ആ നോട്ട് വായിച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ട് അവരും നോട്ട് എഴുതിയെടുത്തു. വളരെ വളരെ രസകരമായ രീതിയിൽ ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. അക്കൂട്ടത്തിൽ ബൈബിളിനും ഖുറാനും എന്താണ് ഭാരതീയ ഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസമെന്ന് വിവരിച്ചു കൊടുത്തു. സെമറ്റിക് മതങ്ങൾ എങ്ങനെയാണ് ഹിന്ദു ധർമ്മത്തിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തു. ഭാരതത്തിൽ എങ്ങനെയാണ് ഒരു മനുഷ്യന്, സാധാരണ മനുഷ്യന്, അവൻ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും അവതാരമായിട്ട് ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും പോലെ ഉയരാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. ഭാരതീയ ഗ്രന്ഥങ്ങളെ 5 പോയിന്റുകളാക്കി തിരിച്ച് അത് വിവരിച്ചതുപോലെ, ആചാരങ്ങളെ 5 പോയിന്റുകളാക്കി തിരിച്ച് വിവരിച്ചതുപോലെ, ഭാരതീയ ഈശ്വര സങ്കല്പത്തെ 5 പോയിന്റുകളാക്കി തിരിച്ച് ദ്വൈതവും അദ്വൈതവും എല്ലാം വിവരിച്ചു. അതിനുശേഷം ഇത്രയും ഉജ്ജ്വലമായ ഈ ഹിന്ദു ധർമ്മത്തില് നമുക്ക് പലതും അറിയാത്തത് കൊണ്ടാണ് മതപരിവർത്തനം നടത്തുന്നതെന്നും ഒരു കാരണവശാലും മതപരിവർത്തനം നടത്തരുതെന്നും, അതേസമയത്ത് ഡോക്ടർ ജോസഫ് പുലിക്കുന്നേലോ ഡോക്ടർ CI ഐസക്കോ ഡോക്ടർ ടോണി മാത്യു തുടങ്ങിയ ക്രിസ്ത്യാനികൾ അവർ ഭാരതീയ പൈതൃകത്തെ പഠിച്ച് ഭാരതീയ ഈശ്വരോപാസന നടത്തി ഭാരതീയ ഗ്രന്ഥങ്ങൾ തന്നെ എഴുതി ഭാരതീയ ഹിന്ദുക്കളെ പോലെ ജീവിച്ച് ക്രിസ്തുവിനെ ആരാധിക്കുന്നവരുണ്ട്. അപ്പൊ അവരുടെ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെ എല്ലാം പറഞ്ഞ് എല്ലാം വളരെ നല്ല സന്തോഷത്തോടുകൂടി ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ആ പ്രദേശത്തെ SNDP യൂണിയന്റെ കുറെ പ്രതിനിധികൾ വന്ന് പറയുകയുണ്ടായി, സാറേ, SNDPയിലെ കുറച്ച് സ്ത്രീകൾ ഈ പള്ളിയിൽ അച്ഛന്മാരുടെയും മിഷണറിമാരുടെയും യഹോവ സാക്ഷികളുടെയും എല്ലാം സ്വാധീനം കൊണ്ട് അവരുടെ പള്ളികളിലേക്കും മറ്റുമെല്ലാം യാത്ര നടത്തുമ്പോഴൊക്കെ പോവാറുണ്ട്. അത് ശരിക്ക് അവര് ഒരു തരത്തിൽ പാപികളാണെന്ന് അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആ പാപത്തിൽ നിന്ന് മോചനം നേടാൻ എന്ന തെറ്റിദ്ധാരണ കൊണ്ട് പോവാണ്. അതുകൊണ്ട് SNDP യൂണിയനിൽ ത്രൂ ഔട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരാളും ഏത് ഈശ്വരനെ ആരാധിക്കണ്ട എന്ന് തീരുമാനിക്കുന്നതിലേക്ക് SNDP ഒരു തരത്തിലും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കില്ല. പക്ഷേ നല്ല ഒരു നാരായണ ഗുരുദേവ ഭക്തനായി ഹിന്ദുവായി തന്നെ ജീവിക്കണമെന്നും ആവശ്യമില്ലാതെ മറ്റു മതങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഈ മതത്തിൽ എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണ് ആ മതത്തിൽ പോകുന്നത് എന്ന കാരണത്താൽ പോകരുതെന്നും ശക്തമായ താക്കീത് കൊടുത്തിട്ടുണ്ടെന്നും, അതുപോലെ ക്രിസ്ത്യാനികളുടെ പ്രൊസഷൻ നടക്കുമ്പോൾ ഈ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവര് എത്ര പേര് ആണ് അതിൽ പങ്കെടുക്കുന്നതെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ടെന്നും പങ്കെടുക്കുന്നവർക്ക് തിരിച്ചു വരാനായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ടെന്നും വാണിംഗ് കൊടുക്കാറുണ്ടെന്നും പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷത്തെക്കാളും സംതൃപ്തിയെക്കാളും ആഹ്ലാദത്തെക്കാളും ആവേശമാണ് എനിക്ക് തോന്നിയത്. യഥാർത്ഥത്തില് ഭാരതീയ സംസ്കാരത്തിന് ശരിക്ക് ചേർന്നതല്ല ക്രിസ്തുമതം. ഞാൻ ക്രിസ്തുമതത്തിനെ എതിര് പറയുകയല്ല. എന്റെ പാപത്തിന് വേണ്ടി, ഞാൻ നിരന്തരം പറയാറുള്ളത് തന്നെയാണ് ആവർത്തിക്കുന്നത്, എന്റെ പാപത്തിന് വേണ്ടി ഒരു നല്ല ദൈവപുത്രനെ കുരിശിലേറ്റിയ ഒരു മതം, എന്നിട്ട് ആ ദൈവപുത്രനെ ആണിയടിച്ച കുരിശിനെ ആരാധിക്കുന്നൊരു മതം, ആ ദൈവപുത്രന്റെ ശരീരം അപ്പമായിട്ട് തിന്നുന്നൊരു മതം, ആ ദൈവപുത്രന്റെ ചോര വീഞ്ഞായിട്ട് കുടിക്കുന്ന ഒരു മതം, ജന്മദിനത്തിന് വിളക്ക് മെഴുകുതിരി ഊതിക്കെടുത്തി കേക്ക് മുറിക്കുന്നൊരു മതം, വിവേകം മനുഷ്യനുണ്ടാവണം എന്ന് സാത്താൻ ഉപദേശിച്ചത് അത് കേട്ട് മനുഷ്യന് വിവേകമുണ്ടായത് തെറ്റാണെന്ന് പറഞ്ഞ്, അതാണ് ആദിപാപം എന്ന് പറഞ്ഞ് മനുഷ്യന് വിവേകം ഉണ്ടാവരുതെന്ന് പറയുന്നൊരു മതം,
ഒരു ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവത്തെ നീ ആരാധിക്കരുതെന്ന് പറയുന്ന ഒരു യഹോവ, മറ്റ് ഉള്ളവരുടെ അശേര വിഗ്രഹങ്ങളും പൂജാഗിരികളും തകർക്കണമെന്ന് പറഞ്ഞൊരു ദൈവം, എന്നെ എതിർക്കുന്നവരുടെ 4 തലമുറ ഞാൻ പിച്ചി ചീന്തി കളയെന്ന് പറയുന്ന ഒരു ദൈവം, അതുപോലെ തന്നെ ശരിക്ക് ഒന്ന് എടുത്തു നോക്കിയാൽ മനുഷ്യനെ പാപിയാണെന്ന് നിരന്തരം പറയുകയും ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളെ പുണ്യവാളനാക്കി മറ്റൊരു പാപിയായ ജീവിച്ചിരിക്കുന്ന പോപ്പ് പ്രഖ്യാപിക്കുന്നൊരു മതം, മരിക്കുന്നത് വരെ പാപിയും മരിച്ചു കഴിഞ്ഞാൽ അയാളെ ആൾദൈവമായിട്ട് പൂജിക്കുക. ഞാൻ തന്നെ ദൈവമെന്ന് യേശുക്രിസ്തു പറഞ്ഞപ്പോൾ യേശുക്രിസ്തു ആൾദൈവമാവില്ല എന്ന് തീരുമാനിക്കുക. ഈ സെയിന്റ് വാലന്റൈൻസിനെ സെയിന്റായിട്ട് പ്രഖ്യാപിച്ചത് പാശ്ചാത്യ രീതി പ്രകാരം പ്രേമലേഖനങ്ങൾ എഴുതുകയും രാജാവിന്റെ മകളെ തന്നെ പ്രേമിക്കുകയും പട്ടാളക്കാർക്ക് സ്ത്രീകളെ എത്തിച്ചു കൊടുക്കുകയും ചെയ്ത ഒരാളെ സെയിന്റ് ആക്കിയ മതം, രാജാവിന്റെ മകളെ ഒരു പാമ്പിൽ നിന്ന് രക്ഷിച്ച സെന്റ് ജോർജ്, രാജാവിന്റെ റെക്കമെൻഡേഷനോട് കൂടി ആ ജോർജിനെ സെയിന്റ് ആക്കിയ ഒരു മതം, ഒരു ഭ്രാന്തിയാണെന്ന് പറഞ്ഞ് മുറിക്കകത്തിട്ട് പൂട്ടിയ അൽഫോൺസയെ മരിച്ചിട്ട് 60-ാം ദിവസം അവരെ സെയിന്റായിട്ട്, 60-ാം വർഷം അവരെ സെയിന്റായിട്ട് പ്രഖ്യാപിക്കുക. മനുഷ്യൻ പാപിയാണെന്ന് പറയാ, ഒരു പാപിയെ മറ്റൊരു പാപി പുണ്യവാളനാക്കുക. ആ ഒരു കൺസെപ്റ്റ്. അതുപോലെ തന്നെ ദൈവം മനുഷ്യന്റെ പാപത്തിന് വേണ്ടിയിട്ട് കന്യകയിൽ ഗർഭമുണ്ടാക്കി, ആ കന്യക ജനിപ്പിച്ച കുട്ടിയെ മനുഷ്യന്റെ പാപത്തിന് വേണ്ടിയിട്ട് കുരിശിലേറ്റി. ആ യേശുക്രിസ്തുവിനെ പോലും രക്ഷിക്കാൻ പറ്റാത്ത ദൈവം, യേശുക്രിസ്തു കുരിശിൽ തൂങ്ങിക്കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോ ഭൂമി കുലുക്കം ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി, കൊടുങ്കാറ്റുണ്ടായി എന്ന് പറയാ. എന്നാ ദൈവത്തിന് യേശുക്രിസ്തുവിനെ രക്ഷിച്ചൂടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ. അതുപോലെ ആ യേശുക്രിസ്തു കുരിശിൽ ബോധം കെട്ട് വീണ് ഒരു കല്ലറയ്ക്കകത്ത് വെച്ചപ്പോ എഴുന്നേറ്റത്, മരിച്ച ആൾ എഴുന്നേറ്റു എന്ന് തെറ്റായിട്ട് പ്രചരിപ്പിക്കുക. ബോധം കേട്ട ഒരാള് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് മനസ്സിലാക്കാം. മരിച്ച ആള് പുനർജനിച്ചു എന്ന് പറയുക. എന്നിട്ട് അങ്ങേരെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുക. അങ്ങനെ നിരന്തരം ഒരെണ്ണം പോലും ബുദ്ധിക്കും യുക്തിക്കും ചേർന്നതായിട്ട് ഇല്ലാത്ത ഒരു മതം ഒരു വശത്ത്. ഇവിടെയാണെങ്കിൽ അനവധി ഗ്രന്ഥങ്ങള്, അനവധി സദാചാരങ്ങള്, അനവധി ലെവലിലുള്ള ഈശ്വര സങ്കല്പങ്ങള്, അങ്ങനെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇത്രയും ഉള്ളതിൽ നിന്ന് നിങ്ങൾ എന്തിനായി ക്രിസ്തുമതത്തിലേക്ക് പോകുന്നത് എന്ന് SNDPയിൽ എല്ലാ ശാഖയിലുമുള്ളവര്, അത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അല്ലാത്തവർ എല്ലാവരും ഈ പണികളോട് ചോദിക്കുന്നു എന്ന് മാവേലിക്കരയിലെ ആ ശ്രീനാരായണ ഗുരുദേവ സന്ദേശ മീമാംസയുടെ പരിപാടി ആവിഷ്കരിച്ച നേതാക്കന്മാർ പറയുകയുണ്ടായി. ഇത് വളരെ യുക്തിസഹജമാണ്, എല്ലാവർക്കും ആപ്ലിക്കബിളാണ്, എല്ലാവർക്കും ഇത് ആപ്ലിക്കബിളാണ്. അതുകൊണ്ട് നമ്മളുടെ ധർമ്മം ലോക ജനത 2 കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വികസിത രാഷ്ട്രമായ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇംഗ്ലണ്ടും കാനഡയും ഓസ്ട്രേലിയയും ക്രിസ്തുമതം പൂർണ്ണമായിട്ട് തിരസ്കരിച്ച് ക്രിസ്തുമസിന് പോലും പള്ളിയിലേക്ക് പോകാതെ അവര് മറ്റ് ചിന്താധാരകളെ ആശ്രയിക്കുമ്പോൾ ഇത്രയും വലിയൊരു ഒരു സംസ്കാരത്തിൽ, വിശാലമായ ഒരു മഹാസാഗരത്തിൽ കഴിയുന്ന നമ്മൾ ഒരു പൊട്ടക്കിണറ്റിലേക്ക് ചെന്നെടുത്ത് ചാടണോ? സ്വാമി വിവേകാനന്ദൻ ചോദിച്ച പോലെ ഈ മഹാസാഗരത്തില് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഗ്രന്ഥങ്ങളും ഉപഗ്രന്ഥങ്ങളും കഥകളും അനുഭവങ്ങളും അത് കൊല്ലാനോ തിന്നാനോ പറയാതെ എല്ലാത്തിനെയും സ്വീകരിക്കാൻ, നന്മകൾ സ്വീകരിക്കാൻ പറഞ്ഞ ഒരു ധർമ്മത്തിലിരിക്കുന്നവര് എന്തിനാ മഹാസാഗരത്തിൽ നിന്ന് പൊട്ടക്കണത്തിലേക്ക് എടുത്ത് ചാടുന്നത് എന്ന് ഞാനും അവിടെ വിവരിച്ചു കൊടുത്തത് അവർ വളരെ സന്തോഷത്തോട് സ്വീകരിക്കുകയുണ്ടായി. ഇത് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണമെന്ന് ഞാൻ വിനയപുരസ്സരമാണ്. ഏതെല്ലാം വ്യക്തി ഹിന്ദുധർമ്മം വിട്ട് മറ്റു ധർമ്മത്തിലേക്ക് പോകുന്നോ അവരെ തിരിച്ചു കൊണ്ടുവരാനും അവരെ പുണ്യാഹം തളിക്കുകയോ ഗണപതി ഹോമം നടത്തുകയോ അല്ലെങ്കിൽ ഹോമം നടത്തി ശുദ്ധീകരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവരെല്ലാം ഹിന്ദുക്കൾ തന്നെയാണ്. അവര് ആഴ്ചയിൽ 2-3 ദിവസം
അമ്പലത്തിലേക്ക് പോവുക, തൊഴുക, അർച്ചന നടത്തുക, ഏതൊരു ഹിന്ദുവിനെയും പോലെ ജീവിക്കുകയാണെങ്കിൽ അവരാണ് ഹിന്ദു. അല്ലാതെ ഏത് ദൈവത്തിനെ ഏത് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു അതൊന്നും ഇവിടെ നിർബന്ധമുള്ള കാര്യമല്ലെന്നുകൂടി ഇവിടുത്തെ RSSകാരും BJPക്കാരും ബജരംഗ ദളുകാരും NSSകാരും SNDPക്കാരും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.